എല്ലാ മലയാളി പ്രേക്ഷകർക്കും SU വിഷൻ അവതരിപ്പിക്കുന്ന ടെലിവിഷൻ ടെക്നോളജി എന്ന മറ്റൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് എൻ്റെ ഒരു യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്ത ഒരു വ്യൂവർ ചോദിച്ചതിനുള്ള മറുപടിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അദ്ദേഹം ഒരു പ്രവാസിയാണ്. അദ്ദേഹം ചോദിച്ചിരുന്നു, ഗൾഫ് നാടുകളിൽ വിദേശത്ത് നമ്മുടെ ഇന്ത്യയിൽ ലഭിക്കുന്ന എയർടെൽ DTH ട്യൂൺ ചെയ്യാൻ സാധിക്കുമോ എന്ന്. അപ്പോൾ ഞാൻ അത് തെളിയിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് നമുക്ക് വിദേശത്ത് എയർടെൽ TV പിടിക്കാം എന്നുള്ളത്. അതുപോലെ തന്നെ ഈ എയർടെൽ DTH മാത്രമാണോ വിദേശത്ത് ട്യൂൺ ചെയ്യാൻ സാധിക്കുക, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും DTH വിദേശത്ത് ട്യൂൺ ചെയ്യാൻ സാധിക്കുമോ, എങ്ങനെ നമുക്ക് ഇന്ത്യയിൽ ലഭിക്കുന്ന DTHകൾ വിദേശത്തും കൂടി ട്യൂൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളതും കൂടിയാണ് ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോയിൽ പഠിപ്പിച്ചു തരുന്നത്. എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റുകൾ ട്യൂൺ ചെയ്യുമ്പോൾ എന്തെല്ലാമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഒരു എയർടെൽ മാത്രമല്ല, മറ്റേത് കമ്പനി തന്നെ ആയിക്കോട്ടെ, ഏത് കമ്പനി നമുക്ക് വേണമെങ്കിലും, ഏത് DTH വേണമെങ്കിലും, ഏത് സ്ഥലത്തു നിന്ന് വേണമെങ്കിലും ട്യൂൺ ചെയ്യാൻ സാധിക്കുമോ, അത് എങ്ങനെ അതിന് സിഗ്നൽ ലഭിക്കുമോ, അല്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് സാധിക്കും, അതിനെന്തെല്ലാം മുൻകരുതലുകളാണ് നമ്മൾ എടുക്കേണ്ടത് എന്നതാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷ്വലിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം വസുമനാണ്. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ആ ഒരു സംശയത്തിലേക്കുള്ള മറുപടി അതിൻ്റെ വിഷ്വലിലോട്ട് നമുക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ വിഷ്വലിലോട്ട് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് ചെക്ക് ചെയ്യാൻ പോവാണ്. നമ്മളെ സഹായിക്കുന്നത് വെബ്സൈറ്റുകളിൽ കൂടിയാണ് നമ്മൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത്, നിഗമനത്തിലെത്തുന്നത്. നമ്മളെ സഹായിക്കുന്നത് 2 വെബ്സൈറ്റുകളാണ്. ഒന്ന് ലിങ്ക്സാറ്റ്, 2 സാറ്റ് ബീംസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇവരെ നമുക്ക് പിടിക്കണമെങ്കിൽ നമ്മൾ ഗൂഗിളിൻ്റെ ആവശ്യമുണ്ട്. ഗൂഗിളിൻ്റെ സെർച്ച് ബാറിൽ നമുക്കറിയാം, നമ്മളിപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ ചോദിച്ച ആ ഒരു ചോദ്യകർത്താവ് ചോദിച്ചിരിക്കുന്നത് അവർക്ക് എയർടെൽ DTH എങ്ങനെ പിടിക്കാമെന്നാണ്. അപ്പോൾ എയർടെൽ DTH പിടിക്കാൻ ആയതുകൊണ്ട് അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എയർടെലിൻ്റെ ഫ്രീക്വൻസി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എയർടെലിൻ്റെ ഫ്രീക്വൻസി, എയർടെൽ DTH സർവീസ് അത് പ്രൊവൈഡ് ചെയ്യുന്ന, ആ സാറ്റലൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ചാനലുകൾ, ഏതെല്ലാം ഫ്രീക്വൻസികളിലാണ്, അതുപോലെ തന്നെ എയർടെൽ DTH ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഏത് സാറ്റലൈറ്റാണ്, ആ സാറ്റലൈറ്റിൻ്റെ ഏത് ബീമിലാണ് എയർടെൽ DTH സർവീസ് ഉള്ളത്, ആ ബീമിലെ ഏത് ഫ്രീക്വൻസിയിലൂടെയാണ്, ഏതൊക്കെ ചാനലുകളാണ് ഓരോ ഫ്രീക്വൻസിയിലും ആഡ് ചെയ്തിട്ടുള്ളത്, ആ ഫ്രീക്വൻസിക്ക് സെപ്പറേറ്റ് ആയിട്ട് ബീമുകൾ ഉണ്ടോ, അതൊക്കെയാണ് നമുക്ക് അറിയേണ്ടത്. നമുക്കറിയാം എയർടെൽ ഏത് സാറ്റലൈറ്റിൻ്റെ ആണ് എന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം എയർടെൽ ലിങ്ക്സാറ്റ് എന്ന് ഇവിടെ അടിച്ചു കൊടുത്തു. അപ്പോൾ ഫസ്റ്റ് തന്നെ വെബ്സൈറ്റിൽ കാണുന്നത് എയർടെൽ ഓൺ SES7 at 108.2 ഈസ്റ്റ് ലിങ്ക്സാറ്റ് എന്നൊരു ഫസ്റ്റ് ഒരു പോർഷൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കാര്യമാണ് ഫസ്റ്റ് തന്നെ ഗൂഗിൾ നമുക്ക് കാണിച്ചത്. അപ്പോൾ ഈ ഒരു സൈറ്റ് എന്നുള്ള ലിങ്ക്സാറ്റ് എന്ന വെബ്സൈറ്റിലേക്കാണ് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കയറി ചെല്ലാൻ സാധിക്കുക. അപ്പം ആ ഒരു വെബ്സൈറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ചാനലുകളുടെ പേര് കാണാം. മുകളിൽ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ എയർടെൽ ഓൺ SES7, അത് ആ സാറ്റലൈറ്റിൻ്റെ പേരാണ് SES7 എന്നത്, at 108.2 ഈസ്റ്റ്. അതിൻ്റെ പൊസിഷനാണ്, ഓർബിറ്റൽ പൊസിഷൻ്റെ ആ ഒരു ഡിഗ്രി അളവാണ് 108.2 ഈസ്റ്റ് എന്നുള്ളത്. അപ്പോൾ SES7 എന്ന ആ സാറ്റലൈറ്റിൽ നമ്മൾ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് ചാനൽ ലിസ്റ്റിൽ കാണാം. ആ ചാനൽ ലിസ്റ്റിൽ നമ്മൾ കുറച്ചുകൂടെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ ഈ ഭാഗത്തായിട്ട്, ഞാൻ എൻ്റെ വിരൽ ഓടിക്കുന്ന ആ ഭാഗത്തായിട്ട് 11:48.0 വെർട്ടിക്കൽ, V എന്നത് വെർട്ടിക്കൽ, അതാണ് ഇതിൻ്റെ ഫ്രീക്വൻസി. വെർട്ടിക്കൽ എന്നതിൻ്റെ അതിൻ്റെ പൊളാരിറ്റിയാണ്, സിഗ്നൽ വരുന്ന പൊളാരിറ്റി. പിന്നെ തൊട്ട് താഴത്ത് നോക്കുകയാണെങ്കിൽ SR എന്ന് പറഞ്ഞിട്ട് 28,800, അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ സിമ്പിൾ റേറ്റാണ്. ഈ സിമ്പിൾ റേറ്റ് 28. അപ്പോൾ ഫ്രീക്വൻസി പൂർണ്ണനാമത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ 11:48.0 വെർട്ടിക്കൽ 28,800 എന്ന് പറയും. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഈ ഒരു ഫ്രീക്വൻസി സ്ഥിതി ചെയ്യുന്ന സാറ്റലൈറ്റ് SES7 ആണെന്ന് നമ്മൾ കണ്ടു. ഈ ഒരു ഫ്രീക്വൻസി ആ ഒരു 108 സ്ഥിതി ചെയ്യുന്ന സാറ്റലൈറ്റിൽ സൗത്ത് ഏഷ്യ ബീം എന്നുള്ള ബീമിലാണ്. സൗത്ത് ഏഷ്യ എന്നുള്ള ബീം നോക്കുകയാണെങ്കിൽ ഇവിടെ കാണാം, സൗത്ത് ഏഷ്യ എന്നുള്ള ബീമിലാണ് ആ ഒരു ഫ്രീക്വൻസി അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഒരു ഫ്രീക്വൻസി റേഞ്ച് സൗത്ത് ഏഷ്യ ബീമിലാണുള്ളത്. അപ്പോൾ ഈ സൗത്ത് ഏഷ്യ ബീമിൻ്റെ കവറേജ്, ആ ഒരു ബീമിന് ഫ്ലൂട്ട് മാപ്പ്, അതിൻ്റെ ആ കവറേജ് എത്രയാണ്. ഇപ്പോൾ ഓരോ രാജ്യത്തിനും അതിൻ്റെ കവറേജ് ഏരിയ ഉണ്ടാവും, ആ ഒരു ബീമിന് കവറേജ് ഏരിയ ഉണ്ടാവും. ആ ഒരു ഏരിയ നമുക്ക് കണ്ടെത്തലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ആ ഏരിയ കണ്ടെത്തിയാലാണ് നമ്മൾ ഉള്ള രാജ്യത്ത്, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അതിനും
റേഞ്ച് ഉണ്ടോ അല്ലെങ്കിൽ അതിന് സിഗ്നൽ ഉണ്ടോ, അതിൻ്റെ ബീം അതിൻ്റെ കവറേജിൻ്റെ ഉള്ളിലാണോ നമ്മളുള്ളത് എന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൗത്ത് ഏഷ്യ ബീമിലാണ്. വേറെ ഫ്രീക്വൻസി നോക്കാം, 1148.3 ഹൊറിസോണ്ടലാണ്, 26,600 സിമ്പിൾ റേറ്റിൽ. ഇതും സൗത്ത് ഏഷ്യ ബീമിൽ. അപ്പം SES7 108.2 ഡിഗ്രിയിൽ എയർടെൽ DTH പ്രൊവൈഡ് ചെയ്യുന്നത് സൗത്ത് ഏഷ്യ ബീമിലാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സൗത്ത് ഏഷ്യ ബീം വെച്ചിട്ട് വേണം നമുക്ക് ഇനി കളിക്കാൻ. ഈ സൗത്ത് ഏഷ്യ ബീമിന് എങ്ങനെ കവറേജ് ഉണ്ട്, ആ ഒരു കവറേജിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എന്തൊക്കെ എവിടെയൊക്കെ നമുക്ക് ട്യൂൺ ചെയ്ത് എടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് സാറ്റ് ബീംസ് എന്നുള്ള വെബ്സൈറ്റാണ് നമ്മളെ സഹായിക്കുന്നത്. സാറ്റ് ബീംസിൽ നമ്മൾ അതിൻ്റെ പേരടിച്ചിട്ട് സാറ്റ് ബീംസിൻ്റെ വെബ്സൈറ്റിൻ്റെ പേരടിച്ചിട്ട് ഒരു സ്പേസ് ഇട്ട് 108.2 ഡിഗ്രി ഈസ്റ്റ് എന്നടിച്ചാൽ സാറ്റ് ബീംസ് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കാണിച്ചു തരും. അപ്പോൾ സാറ്റ് ബീംസ് ഡീറ്റെയിൽസ് SES9 സാറ്റ് ബീംസ് 108 ഡിഗ്രി എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ സാറ്റ് ബീംസിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് SES7 ഡീറ്റെയിൽസാണ് കാണുന്നത്. ബീംസ് അതിൻ്റെ ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഞാൻ ഈ രണ്ടാമത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. ഈ ഒരു വെബ്സൈറ്റ് നമ്മളെ സഹായിക്കുന്നത് ആ ഒരു സാറ്റ് ബീംസ് എന്ന ആ ഒരു വെബ്സൈറ്റിൽ ഈ ഒരു സാറ്റലൈറ്റിൻ്റെ ഇന്ന ബീം എവിടെയൊക്കെ കവറേജ് ഉണ്ട്, ആ കവറേജിൽ എത്ര ഫീറ്റ് ഡിഷ് വെച്ചാൽ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ SES7 തന്നെ 108 ഡിഗ്രി ഈസ്റ്റിലുള്ളതിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ അവർക്കുള്ള ടോട്ടൽ ബീമുകളാണ് ഇവിടെ സൈഡിലോട്ട് സ്ക്രോൾ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഓരോ സാറ്റലൈറ്റിൻ്റെ ബീമിനും ഒരു പേര് അവർ നൽകിയിട്ടുണ്ട്. ആ പേര് നമുക്ക് നോക്കാം. KU ബാൻഡ് നോർത്ത് ഈസ്റ്റ് ഏഷ്യ, KU ബാൻഡ് സൗത്ത് ഈസ്റ്റ് ഏഷ്യ ബീം ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ആയിരിക്കും. KU ബാൻഡ് സൗത്ത് ഏഷ്യ ബീം ആക്റ്റീവ് എന്നാണ്, അപ്പോൾ അത് ആക്റ്റീവാണ്. സൗത്ത് ഏഷ്യ ബീം, ഈസ്റ്റ് ഏഷ്യ ബീം, അതാണ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ രാജ്യങ്ങളുടെ മുകളിലേക്കാണ് ആ കവറേജ് മാപ്പ് പോയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ അത് തീർച്ചയായിട്ടും ആ ഒരു രാജ്യത്തേക്ക് സ്പോട്ടാക്കി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു രാജ്യത്തുള്ളവർക്ക് മാത്രമാണ് അതിൽ നിന്ന് വരുന്ന DTH പ്രോ. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ കവർ ചെയ്യുന്നത് കണ്ടില്ല, സൗത്ത് ഏഷ്യ നമ്മൾ നേരത്തെ ആയിട്ട് നോക്കിയതും സൗത്ത് ഏഷ്യ തന്നെ. അപ്പോൾ നമുക്ക് ഈ ഒരു സൗത്ത് ഏഷ്യ ബീമിന് ഇന്ത്യയിൽ മാത്രം അവർ സ്പോട്ടാക്കി കൊടുത്തത്. ഇനി പുറം രാജ്യം സൗദിയിലുള്ള എൻ്റെ സുഹൃത്തിന് കിട്ടുമോ, ഒമാനിലുള്ള എൻ്റെ സുഹൃത്തിന് കിട്ടുമോ എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഈ ഒരു സൗത്ത് ഏഷ്യ ബീമിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. സൗത്ത് ഏഷ്യ ബീമിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ആ ഒരു ബീമിനെ നമുക്ക് ഒന്ന് എന്താ പറയുക എള്ളു കീറി പരിശോധിക്കുക. അതേപോലെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സൗത്ത് ഏഷ്യ ബീമിനെ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ സുഹൃത്തുക്കൾ, ഇവിടെ നോക്കുകയാണെങ്കിൽ സൗത്ത് ഏഷ്യ ബീമാണ് ഈ കാണുന്നത്. ഓക്കെ, ഇവിടെ സൗത്ത് ഏഷ്യ ബീമിൽ സാറ്റലൈറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൂക്ഷിച്ച് നോക്കുള്ളൂ. സാറ്റലൈറ്റ് ഒരു റെഡ് ആംഗിൾ ഇവിടെ കാണുന്നില്ലേ, അതിലാണ് ആ ഒരു റെഡ് ആംഗിളാണ് സാറ്റലൈറ്റ് ഇരിക്കുന്നത്. ആ സാറ്റലൈറ്റിൻ്റെ സൗത്ത് ഏഷ്യ ബീം ആക്റ്റീവായിട്ട് ആ ഒരു കവറേജ് സൗത്ത് ഏഷ്യ ബീം നൽകുന്നത് ഇന്ത്യയെ ഒട്ടുക്കാണ്. ഇന്ത്യയെ ഒട്ടുക്ക് എന്ന് പറയുമ്പോൾ എവിടം വരെ പോകും നോക്കാം. ഇന്ത്യ മാത്രമാണോ സുഹൃത്തുക്കളെ? അല്ല, ഇന്ത്യ മാത്രമല്ല കൊടുത്തിട്ടുള്ളത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്ത്യ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള പാകിസ്ഥാനിലും കൂടെ ആ ഒരു നമുക്ക് ഈ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സാറ്റലൈറ്റിന് ആ ഒരു ബീം അവർ നിശ്ചയിക്കുമ്പോൾ അവർ കറക്റ്റായിട്ട് നമുക്ക് അതിർത്തി കണക്കേ സ്പോട്ട് ചെയ്ത് വെക്കാൻ കഴിയില്ല. കുറച്ച് പുറത്തേക്ക് തുളുമ്പി പോകും എന്നുള്ള രീതിയിലാണ് ഈ ഒരു റേഞ്ച് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യ മുഴുവനായിട്ടുണ്ട്, ശ്രീലങ്കയുണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, പാകിസ്ഥാനുണ്ട്, അങ്ങനെ ഒട്ടുമിക്ക അറബ് രാജ്യങ്ങളുടെയും ചൈനയുണ്ട്, ഒക്കെ തഴുകി ഒമാൻ, ഭൂട്ടാൻ എല്ലാം ഇതിലും തഴുകിയിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ചെറിയ ഡിഷ് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് സിഗ്നൽ കിട്ടുന്നത് ഈ ഒരു ഭാഗങ്ങളാണ്. ഈ ഒരു കടും നിറത്തിൽ കാണുന്ന ഈ ഒരു ഭാഗങ്ങളാണ് പെട്ടെന്ന് 2 അടി ഡിഷൊക്കെ വെച്ചാൽ പെട്ടെന്ന് കിട്ടുന്ന ഭയങ്കര സ്ട്രോങ് സിഗ്നൽ കിട്ടുന്ന സ്ഥലങ്ങളിലാണ് ഈ ഒരു നിറത്തിൽ കാണുന്ന ഈ ഒരു കടും നിറത്തിൽ കാണുന്നത്. നമുക്ക് ജസ്റ്റ് അവിടെ നിന്ന് പ്രസ് ചെയ്താണെങ്കിൽ ഒരു ലോഗോ തെളിയുന്നുണ്ട്. റെക്കമെൻഡ് RX ആൻറ്റിന സൈറ്റ് 45 സെൻറ്റിമീറ്റർ, ഒരടി എന്ന് പറഞ്ഞാൽ 30 സെൻറ്റിമീറ്റർ, 31 സെൻറ്റിമീറ്റർ, 2 അടി എന്ന് പറഞ്ഞാൽ 60 സെൻറ്റിമീറ്റർ. അപ്പോൾ അതായത് 45 സെൻറ്റിമീറ്റർ. അതൊരു ചെറിയൊരു ഡിഷ് ആൻറ്റിന വെച്ചാൽ കിട്ടും. അതായത് 60 സെൻറ്റിമീറ്റർ പോലും വേണ്ട, 2 അടി പോലും വേണ്ട, 45 സെൻറ്റിമീറ്റർ ഡിഷ് ആൻറ്റിന വെച്ചാൽ ഇവിടെ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. ഈ സാറ്റലൈറ്റിൽ നിന്നൊരു ഇതാണ് സാറ്റലൈറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം. ഇവിടെ നിന്ന് ആണ് ആവശ്യങ്ങൾ ഇവിടേക്ക് ഇന്ത്യയിലേക്ക് സ്പോട്ടാക്കി സൗത്ത് ഏഷ്യ ബീം കവറേജ് തരുന്നത്. ആ ഒരു സൈറ്റിലേക്ക് വരുന്നതിനൊരു ഒരു 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 പച്ച ലൈനിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ലൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, പച്ച ലൈനിനോട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ പച്ച ലൈന് റെഡ് ലൈൻ ആകാതെ സൂക്ഷിക്കണം. റെഡ് ലൈൻ ആയിട്ടുണ്ടെങ്കിൽ സിഗ്നൽ അവിടെ നിങ്ങൾ എത്ര വലിയ ഡിഷ് വെച്ചാലും സിഗ്നൽ കിട്ടില്ല എന്നുള്ള. അങ്ങനെ കുറച്ചുകൂടെ ഒന്ന് ഇവിടെ കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ ഒന്ന് മാറിയിട്ട് ആ സിഗ്നലിൻ്റെ ലെവൽ മാറി കുറച്ചുകൂടെ പുറത്ത് ഞാൻ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിൽക്കുന്ന ഒരാൾക്ക്, ഈ ഒരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന ഒരാൾക്ക്
എയർടെൽ ട്യൂൺ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലഭിക്കില്ലെന്നാണ്. അപ്പോൾ അവർക്ക് ഏകദേശം എത്ര വലുപ്പമുള്ള കെ യു ബാൻഡ് ആൻറ്റിന വേണം? 80 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള കെ യു ബാൻഡ് ആൻറ്റിന വേണം എന്നാണ് അവർ പറയുന്നത്. 80 സെൻറ്റിമീറ്റർ വലുപ്പമുള്ള കെ യു ബാൻഡ് ആൻറ്റിന വേണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ഇതിപ്പോൾ നമ്മൾ കളിക്കുന്നത് മൊത്തം കവറേജ് മാപ്പിൻ്റെ ഉള്ളിലാണ്. വ്യത്യാസം കിട്ടും. ഞാൻ കുറച്ചുകൂടി ഇങ്ങോട്ട് മാറിയിട്ട് ഒരു കവറേജ് മാപ്പിൻ്റെ പുറത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കട്ടെ. ആൻറ്റിന സൈസ് കാണിക്കുന്നില്ല, ഒരു കാര്യവും വരുന്നില്ല, ആൻറ്റിന സൈസും കാണിക്കുന്നില്ല. പക്ഷേ അവിടെ വരുന്നത് ഒരു പച്ച ലൈനിൽ നിന്ന്, ഒരു സാറ്റലൈറ്റിൻ്റെ അടുത്ത് നിന്ന് ഒരു പച്ച ഗ്രീൻ ലൈന് ആ ഒരു രാജ്യത്തിൻ്റെ അടുത്ത് വരെ എത്തുന്നുണ്ട്. ഗ്രീൻ ലൈൻ ഇവിടെ എത്തുന്നുണ്ട്, ഗ്രീൻ ലൈൻ ഇവിടെ എത്തുന്നുണ്ട്, ഗ്രീൻ ലൈൻ ഇവിടെ എത്തുന്നുണ്ട്, ഗ്രീൻ ലൈൻ ഇവിടെ എത്തുന്നുണ്ട്, ഗ്രീൻ ലൈൻ ഇവിടെ എത്തുന്നില്ല. ഇവിടെ ക്ലിക്ക് ചെയ്തപ്പോൾ ഗ്രീൻ ലൈൻ അവിടെ എത്തുന്നില്ല. എന്താ കാരണം എന്നറിയാം? അവിടെ നിങ്ങൾ 50 ഫീറ്റിൻ്റെയോ അല്ലെങ്കിൽ 20 ഫീറ്റിൻ്റെയോ സി ബാൻഡോ കെ യു ബാൻഡോ ഏത് ആൻറ്റിന വെച്ച് ട്രാക്ക് ചെയ്താലും സിഗ്നൽ കിട്ടില്ല. അതാണ് എൻ്റെ പോയിൻറ്റ്. നിങ്ങൾക്ക് ആൻറ്റിന വെച്ച് ട്രാക്ക് ചെയ്താൽ കിട്ടുന്ന ഏരിയയാണ്. ഇവർക്ക് ഈ ഒരു മാപ്പിൽ നോക്കുകയാണെങ്കിൽ ഒരു 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 ഓവൽ ഷേപ്പിലൊരു വൃത്തം നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. ഉണ്ടോ? അതിൻ്റെ ഉള്ളിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് ട്രാക്ക് ചെയ്യാം. നിങ്ങൾക്കവിടെ ഒരു ടി പി എങ്കിലും ഒരു ടി പി നിങ്ങളുടെ ഒരു ടി പി എങ്കിലും ഒരു ടി പി നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം? ട്രാക്ക് ചെയ്ത് ട്യൂൺ ചെയ്ത് എടുക്കാൻ പറ്റും. ഇവിടെയൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ഈ ഒരു സ്പോട്ട് ബീമിൽ നിന്നും പുറത്തോട്ട് അകന്നു പോകുന്നതനുസരിച്ച് ഇന്ത്യയിൽ നിന്ന് തൊട്ടടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളിലാണെങ്കിൽ 6 ഫീറ്റിൻ്റെ ഡിഷ് ആൻറ്റിന മതിയാവും. കുറച്ചുകൂടെ പുറത്തേക്ക് മാറുകയാണെങ്കിൽ ഒരു 8 ഫീറ്റിൻ്റെ ആൻറ്റിന മതിയാവും. കുറച്ചുകൂടെ ഒന്ന് പുറത്തേക്ക് നീങ്ങുകയാണെങ്കിൽ ഒരു 10 ഫീറ്റിൻ്റെ ആൻറ്റിന മതിയാവും. കുറച്ചുകൂടി ഒന്ന് പുറത്തേക്ക് നീങ്ങുകയാണെങ്കിൽ ഒരു 20 ഫീറ്റിൻ്റെ ആൻറ്റിന മതിയാവും. കുറച്ചുകൂടി ഒന്ന് പുറത്തേക്ക് നീങ്ങുക കവറേജ് ഏരിയക്ക് പുറത്തായി. ആ ഒരു റൗണ്ട് ഇവിടുത്തെ അവരുടെ ഒരു സാറ്റലൈറ്റിൻ്റെ മാക്സിമം കവറേജ് ഏരിയക്ക് പുറത്തായതുകൊണ്ട് നിങ്ങളിനി 10 ഫീറ്റിൻ്റെ 100 ഫീറ്റിൻ്റെ എത്ര ഫീറ്റിൻ്റെ സി യു ബാൻഡോ കെ യു ബാൻഡോ ഏത് ആൻറ്റിന വെച്ച് പരീക്ഷിച്ചാലും നിങ്ങൾക്ക് സിഗ്നൽ കിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് ട്രാക്ക് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെട്ട വേറെ ഇൻഫർമേഷൻ സൈഡിൽ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇന്ത്യയിലൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഏകദേശം ഡൽഹിയുടെ ഭാഗത്തൊന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ നമുക്ക് 48 സെൻറ്റിമീറ്ററിൻ്റെ ആൻറ്റിന മതി എന്ന് ഇവിടെ ലോഗോയിൽ കാണിക്കുന്നു. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ സൈഡിൽ കാണിക്കുന്ന ഈ ഒരു ഇൻഫർമേഷൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡിസ്റ്റൻസ് ഓഫ് സാറ്റലൈറ്റുമായിട്ടുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണ്. ഭൗമോപരിതലത്തിലുള്ള ഡിസ്റ്റൻസ് എത്ര കിലോമീറ്റർ കാണിക്കുന്നു. ലൊക്കേഷൻ അതിൻ്റെ കാണിക്കുന്നു. ആൻറ്റിനയുടെ എലവേഷൻ ആംഗിൾ ഏതിലിരിക്കണം എന്ന് കാണിക്കുന്നു. LNBയുടെ സ്ക്യൂ, അതൊക്കെ ഞാൻ മുൻപ് വീഡിയോയിൽ പറഞ്ഞ എന്താണ് LNB സ്ക്യൂ എന്നുള്ളത്. അതുപോലെ തന്നെ അസിമുത്ത്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിശ നിർണ്ണയിക്കുന്ന അസിമുത്ത് എത്ര ഡിഗ്രിയിലാണ് എന്ന് കാണിക്കുന്നത്. ഇത് മൂന്നും വെച്ചിട്ട് വേണം നമുക്ക് ഈ ഡിഷ് സെറ്റ് ചെയ്യാനായിട്ട്. ഇതേപോലെ തന്നെ ഞാൻ ഈ ഒരു പോയിന്റിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് എനിക്ക് ഈ ഒരളവ് കിട്ടി. ഞാൻ ഇവിടെ ഏകദേശം ഒരു ഓസ്ട്രേലിയയിലാണ് ട്യൂൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ടോട്ടലി മാറിയിട്ടുണ്ട്. ഇവിടെ നോക്കുക, ഡീറ്റെയിൽസ് മാറിയിട്ടുണ്ട്. എലവേഷൻ ആംഗിൾ മാറി, LNBയുടെ സ്ക്യൂ മാറി, അസിമുത്ത് മാറി. ഞാൻ സൗദി അറേബ്യയുടെ ആ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ നോക്കുക, എലവേഷൻ ആംഗിൾ മാറി, LNB സ്ക്യൂ മാറി, അസിമുത്ത് മാറി. നോക്കുക, കണ്ട. ഇതാണ് നമ്മൾ ഏത് സ്പോട്ടിൽ ഏത് ഡിഷ് വെച്ചിട്ട് ഒരേ സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ എലവേഷൻ, അസിമുത്ത്, LNB സ്ക്യൂ ഇത് മൂന്നും ഡിഫറെൻ്റ് ആയിട്ട് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. അത് നമ്മൾ നിൽക്കുന്ന ഭൗമോപരിതലത്തിൽ നിന്നും ആ ഒരു സാറ്റലൈറ്റിലേക്കുള്ള ദിശ മാറുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഡിഷിൻ്റെ ആംഗിൾ, LNBയുടെ സ്ക്യൂ, ഡിഷിൻ്റെ എലവേഷൻ, അസിമുത്ത് ഇതെല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ തെളിവാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുക. നമുക്ക് ഒരു ആപ്പും വേണ്ട, ഈ ഒരു വെബ്സൈറ്റ് മതി. ഏതൊരു സാറ്റലൈറ്റും ഇതിപ്പം ഞാൻ പരിചയപ്പെടുത്തിയ എയർടെൽ DTH ഗൾഫ് രാജ്യങ്ങളിൽ കിട്ടുമോ എന്നുള്ളതിൻ്റെ ചോദ്യത്തിന് ഉത്തരമായി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളൊരു 8 ഫീറ്റിൻ്റെയോ അല്ലെങ്കിൽ 10 ഫീറ്റിൻ്റെയോ കെ യു ബാൻഡോ സി ബാൻഡോ ഡിഷാനോ യൂസ് ചെയ്ത് ഒരു LNB നല്ല അടിപൊളി കെ യു ബാൻഡ് LNB വെച്ച് പെർഫെക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഇൻഫർമേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് അത് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. സൗദിയിലുള്ളവർക്ക് സാധിക്കും എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്ന് പറയാനുള്ളത്. നിങ്ങൾ ഈ ഒരു കവറേജ് മാപ്പിൻ്റെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഒരാളാണെങ്കിൽ, നിങ്ങൾക്ക് ഇത് ഇവിടെയൊക്കെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കില്ല എന്നുള്ളതും കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ സംശയത്തിനുള്ള മറുപടി ആയി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ സ്പോട്ട് ബീമിൽ നിന്നും ഇന്ത്യ എന്ന് നിർണ്ണയിക്കപ്പെട്ട ഈ ഒരു സൗത്ത് ഏഷ്യ ബീമിൽ നിന്ന് അകന്നു പോകുന്നതിനനുസരിച്ച് നമ്മൾ ഡിഷ് ആൻറ്റിനയുടെ വലിപ്പം കൂട്ടി കൊടുക്കുക എന്നുള്ളത് മാത്രം നമ്മൾ പരിഗണിച്ചാൽ മതി. അത് എത്ര കൂട്ടണം എന്നുള്ളത് നമ്മൾ ട്രാക്ക് ചെയ്ത് ശീലിച്ചാൽ മാത്രമേ അറിയുള്ളൂ. ഇപ്പോൾ സൗദിയിൽ 8 ഫീറ്റിൽ കിട്ടുന്നു, 10 ഫീറ്റിൽ കിട്ടുന്നു എന്ന് പറയും. കുറച്ചുകൂടെ അങ്ങോട്ട് മാറുമ്പോൾ 12 ഫീറ്റിലേ കിട്ടുന്നുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ അതിനർത്ഥം നമ്മൾ ഈ സ്പോട്ട് ബീമിൽ നിന്ന് ദൂരത്തോട്ട് പോകുന്നതനുസരിച്ച് എന്ത് സംഭവിക്കുന്നു, ഡിഷ് ആൻറ്റിന വലിപ്പം കൂട്ടണം സിഗ്നൽ അങ്ങോട്ട് എത്താൻ. നേരെ ഒരു സിഗ്നൽ കിട്ടില്ല എന്നൊരിക്കലും പറയാൻ കഴിയില്ല. ഔട്ട് ഓഫ് കവറേജ് സാറ്റലൈറ്റ് ട്രാക്ക് ചെയ്യുക എന്നുള്ള പേരിലാണ് അറിയപ്പെടുക. പുറത്ത് നമ്മളിപ്പോൾ ഈ അൾജീരിയ അല്ലെങ്കിൽ അങ്ങനെ ഈ ഒരു
ഒരു പരിധിക്ക് പുറത്ത് നമ്മൾ ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നോക്കുകയാണെങ്കിൽ സാറ്റലൈറ്റ് യാതൊരു കോൺടാക്റ്റും ഇല്ല. നിങ്ങൾ ഡിഷ് ആൻറ്റിന യൂസ് ചെയ്താലും നിങ്ങൾക്ക് അത് ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ എയർടെൽ പുറം രാജ്യങ്ങളിൽ പിടിക്കുന്നതിനെ പറ്റിയാണ്. ഇതേപോലെ നമുക്ക് ഇന്ത്യയിൽ യാസാറ്റ് പിടിക്കുന്നതിനെ പറ്റിയും ഇന്ത്യയിൽ തൈക്കോം പിടിക്കുന്നതിനെ പറ്റിയും ഇന്ത്യയിൽ മറ്റു പല സാറ്റലൈറ്റിൽ ട്രാക്ക് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഇന്ത്യക്കാരായ നമുക്കും കേരളക്കാർക്കൊക്കെ നമുക്ക് ഇതേപോലെ പരിശോധിച്ച് നിരീക്ഷിച്ച് അതിൻ്റെ LNBSQ എത്രയാണ് എല്ലാം നമുക്ക് മനസ്സിലാക്കി അത് ട്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് സഹായിക്കുന്ന നല്ലൊരു വെബ്സൈറ്റ് തന്നെയാണ് ഇത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ അസുമോന് വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. ഓക്കെ ഫ്രണ്ട്സ്, പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും ഏറ്റുമുട്ടാം. അതുവരേക്കും ശുഭപ്രതീക്ഷകൾ, ശുഭചിന്തകൾ നേർന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം അസുമോൻ എന്നത്തേക്ക് ഇവിടെ വാങ്ങുകയാണ്. സൈനിങ് ഓഫ്.